അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അടുത്ത ഒരു ഏരിയയ്ക്കാണ് പോകുന്നത്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഞാൻ നോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്ത ഏരിയകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നോട്ടിക്ക് എഴുതിയെടുത്തുകൊണ്ട്. അപ്പോൾ നമ്മളൊന്ന് തിയററ്റിക്കലായിട്ടുള്ള അതിൻ്റെ സൈഡ് പറയുകയാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട്, അയച്ചു തന്നിട്ടുണ്ടാവും നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്താണ് എന്നുള്ളതൊക്കെ. ഓക്കെ, ഇതിലവിടെ ഒന്ന് നോട്ടിൽ ഞാൻ പറഞ്ഞത്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ എയ്തർ ബീയിങ് ഡിസ്ട്രിബ്യൂഷൻ ഫീ ഓർ ഹാവിങ് എ സ്പെസിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ ബട്ട് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻസ് പാരാമീറ്റർ അൺസ്പെസിഫൈഡ്. അതായത് മറ്റേത് നമ്മൾ പറഞ്ഞു ടി ടെസ്റ്റ് ആണെങ്കിൽ എഫ് ടെസ്റ്റ് ആണെങ്കിലും അതിനൊരു കറക്റ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. അതായത് എക്സ് ഇങ്ങനെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ സാമ്പിൾ പോപ്പുലേഷൻ എടുത്ത ഒരു മീൻ ഇത്രയാണ്, എക്സ് ബാർ ഇത്രയാണ്, അങ്ങനെ ഒരു മീനൊക്കെ തന്നിട്ടാണ് നമ്മൾ സ്പെസിഫൈഡ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടില്ല. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ഫാക്റ്റിന്, ഇപ്പോൾ ഉദാഹരണത്തിന് എന്തിനെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയും കൂടി, രണ്ട് ഡാറ്റയും തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും മോസ്റ്റായിട്ട് നമ്മളിതിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ നോക്കുക. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ കൃഷിനെ വിളവെടുപ്പും അതേപോലെ മഴയുടെ ലഭ്യതയും എങ്ങനെ അത് റിലേറ്റഡ് ആണ്, അങ്ങനെ രണ്ട് ഡാറ്റനെ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ യൂസ് ചെയ്യുക. അതായത് ഉദാഹരണത്തിന് റാങ്ക് ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ജഡ്ജ് 1 കൊടുത്തതും ജഡ്ജ് 2 കൊടുത്തതും അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ലാസ്റ്റിലുള്ള റിസൾട്ടൊക്കെ നമ്മൾ എത്തിക്കും. ഓക്കെ, അതൊക്കെ ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നതാണ്. അതേപോലെ സ്പെസിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആയിരിക്കും. അതേപോലെ പാരാമീറ്റേഴ്സ് ആർ അൺസ്പെസിഫൈഡ് ആയിരിക്കും. പിന്നെ പാരാമീറ്ററിനെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളെന്ത് ചെയ്യും, ജസ്റ്റ് ആ കൈ സ്ക്വയർ, ഫസ്റ്റ് വൺ കൈ സ്ക്വയർ ടെസ്റ്റിനെ നിങ്ങൾ ഇപ്പോൾ ഡിഗ്രിക്ക് ഡിസ്കസ് ചെയ്യണുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ പ്രോബ്ലം സൈഡ് വരുന്നത് പി ജിക്കായിരിക്കും. അപ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ അതിലൊക്കെ പറയുന്നത് അത് തന്നെയാണ്. നമ്മളൊരു ഡാറ്റ തന്നിട്ട് ആ ഡാറ്റ ഒബ്സർവ് ഫ്രീക്വൻസി അതേപോലെ ഒരു എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഉണ്ടാവും, അത് തമ്മിലൊക്കെ റിലേഷൻ കാണാം. എങ്ങനെയാണ് അത് തമ്മിൽ റിലേഷൻ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറുടെ വാല്യൂ കാണും, പിന്നെ ടേബിൾ വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യും. അതേപോലെ തന്നെയാണ് മെത്തേഡ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഇൻ നോൺ പാരാമെട്രിക് ടെസ്റ്റ് നോ അസംഷൻസ് ആർ മെയ്ഡ് അബൌട്ട് ദി പാരാമീറ്റർ ഓഫ് പോപ്പുലേഷൻ. ആ പാരാമീറ്റർ ഓഫ് പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചൊന്നും അസംഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു പോപ്പുലേഷൻ ഫ്രം വിച്ച് ഈസ് ഡ്രോൺ ഇൻ ദ സാമ്പിൾ, അല്ലെങ്കിൽ ആ സാമ്പിൾ എവിടെ നിന്നാണ് നമ്മൾ എടുത്തതെന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ മറ്റേ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞു, എക്സ് ബാർ, അതായത് ആ സാമ്പിൾ മീൻ ഈ പോപ്പുലേഷൻ മീൻ എടുത്തതാണ്. അതായത് പോപ്പുലേഷൻ മീനും തന്നിട്ടുണ്ടാവും, സാമ്പിൾ മീനൊക്കെ തന്നിട്ടുണ്ട് നമ്മളെ ടി ടെസ്റ്റിലും എഫ് ടെസ്റ്റിലൊക്കെ. ഓക്കെ, അങ്ങനെ ഒരു സ്പെസിഫൈഡ് ആയിട്ട് എവിടെ നിന്ന് എടുത്തതെന്നുള്ളതൊന്നും ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു ഡാറ്റ ഡിസ്ട്രിബ്യൂഷനെ തരുള്ളൂ. ഓക്കെ, അതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഓക്കെ, ആ ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഓരോ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴിയുന്നത്. ആ ഫസ്റ്റ് വൺ അതിൽ പറഞ്ഞാൽ നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെതാണ്. പിന്നെ അതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഏറ്റവും യൂസസും ഒക്കെ സാധാ ഇക്വേഷൻ എല്ലാത്തിനും പറയുന്നത് അതേ തന്നെയാണ്. പിന്നെ കൈ സ്ക്വയർ ടെസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. കൈ സ്ക്വയർ ടെസ്റ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ഇൻ വിച്ച് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ്, നമ്മൾ ആ സാമ്പിളിംഗ് ടെസ്റ്റ്, നമ്മളിതിപ്പോൾ ടെസ്റ്റും എഫ് ടെസ്റ്റിന് എടുക്കാനുള്ളതാണ്. നമ്മളിപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ടെസ്റ്റാണ് പറഞ്ഞത്, പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്. ആ പാരാമെട്രിക്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് പറഞ്ഞു. നോൺ പാരാമെട്രിക്കിലെ കൈ സ്ക്വയർ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യണം. ആ പാരാമെട്രിക് ടെസ്റ്റിൽ എഫ് ടെസ്റ്റ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് അത് നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിൽ ഡിസ്കസ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ നോൺ പാരാമെട്രിക് ടെസ്റ്റിലെ ഫസ്റ്റ് വണ്ണാണ് കൈ സ്ക്വയർ ടെസ്റ്റ്, അതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ടി ടെസ്റ്റ് എഫ് ടെസ്റ്റ് പോലെ തന്നെ, എഫ് ടെസ്റ്റും ടി ടെസ്റ്റും സെഡ് ടെസ്റ്റ് പോലെ തന്നെ കൈ സ്ക്വയർ ടെസ്റ്റിനും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് നമ്മൾ ആ ടേബിൾ എടുക്കുമ്പോൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ കണ്ടുള്ള ഒരു ടേബിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സാം ക്വസ്റ്റ്യനിൽ കൈ സ്ക്വയർ പരിചയപ്പെടുത്തുമ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. എക്സ് സ്ക്വയർ അല്ല, ജസ്റ്റ് നോക്കുക, അത് കൈ സ്ക്വയർ ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ അല്ല കേട്ടോ, കൈ സ്ക്വയർ ആണ്. കൈ സ്ക്വയറിൻ്റെ സിമ്പിളാണ് അങ്ങനെ, ഇതൊരു ലൈൻ ഇട്ടിട്ട് പിന്നെ ഒരു എക്സിൻ്റെ ഹാഫ് പൊസിഷൻ ഇങ്ങനെ ഇടുക. ഓക്കെ, അതാണ് കൈ സ്ക്വയർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഞാൻ ഇക്വേഷൻ നമുക്ക് പരിചയപ്പെടാം, അധികം തിയറി സൈഡ് പോകാം. അതിൽ
ജസ്റ്റ് നോക്കുക, അത് ആ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണം. അതായത് ടി ടെസ്റ്റാണ് ടി ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുക, എഫ് ടെസ്റ്റ് എഫ് ഡിസ്ട്രിബ്യൂഷൻ, സെഡ് ടെസ്റ്റ് സെഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി കൈ സ്ക്വയർ ടെസ്റ്റിൽ ഈ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുക. അതേപോലെ കൈ സ്ക്വയർ ടെസ്റ്റ് ഈസ് വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പാരാമീറ്റർ ടെസ്റ്റ്. അതായത് വൈഡ്ലി യൂസ്ഡ് നോൺ പാരാമീറ്റർ ടെസ്റ്റ്. അതായത് നമ്മൾ സാധാരണ എല്ലാവരും അധികം നമുക്ക് എന്താ ചെയ്യുക, റിസർച്ചിൽ സാധാരണ എന്താ ഉണ്ടാവുള്ളൂ, നമുക്ക് പിന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇതൊന്നും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. സ്പെസിഫൈഡ് ആയിട്ട് നമ്മൾ ആവറേജും പോപ്പുലേഷൻ മീനും കാര്യങ്ങളും അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സാധാരണ കേസിൽ നമ്മൾ എന്തേ ഉണ്ടാവുള്ളൂ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ഉണ്ടാവുള്ളൂ, ആ ഡാറ്റേൻ്റെ റിലേഷൻസേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കമ്പനിയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് അത് എഫക്റ്റീവ് ആണോ, അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെമായി ബന്ധപ്പെട്ട ഡാറ്റയും ഉണ്ടാവും, അതേപോലെ ആ എംപ്ലോയീസിന് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഡാറ്റ. അപ്പോൾ അതൊക്കെ തമ്മിലുള്ള റിലേഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റായിട്ട് ഏറ്റവും നല്ല യൂസ്ഫുൾ ആയത് കൈ സ്ക്വയർ ടെസ്റ്റാണ്. ഓക്കെ, കൈ സ്ക്വയർ ഈ ടൂളാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കത് എഫക്റ്റീവായിട്ട് അതിൻ്റെ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കേസിലൊക്കെ കൂടുതലും യൂസ് ചെയ്ത് നമ്മൾ റിസർച്ച് പർപ്പസിൽ, ഇപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡിഗ്രി സാധാ ഡിഗ്രി അതേപോലെ പി ജിക്ക് വരുന്ന റിസർച്ച് പേപ്പറിൽ പ്രോജക്റ്റ് പേപ്പറിലൊക്കെ അധികം യൂസ് ചെയ്യല കൈ സ്ക്വയർ ടെസ്റ്റാണ്. കാരണം അതാണ് സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് പറ്റിയത് കൈ സ്ക്വയർ ടെസ്റ്റാണ്. പിന്നെ പറഞ്ഞ അബൌട്ട് പാരാമീറ്റർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ മെത്തേഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ഈ കൈ സ്ക്വയർ ടെസ്റ്റ് ഓൾസോ നോൺ ആസ് കൈ സ്ക്വയർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് സക്സസ് ആവുന്നു. അതായത് നമ്മളൊരു ഒബ്സർവ്ഡ് ഡാറ്റ വെച്ചിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ ചെയ്യണം. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഡാറ്റ ആദ്യം ഒരു ഒബ്സർവ്ഡ് ഡാറ്റ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പിന്നെ ആ ഒബ്സർവ്ഡ് ഡാറ്റ വെച്ചിട്ട് നമ്മളൊരു എക്സ്പെക്റ്റഡ് ഡാറ്റ ഉണ്ടാക്കും. ആ ഡാറ്റ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് കമ്പ്യൂട്ടഡ് വാല്യൂ കാണാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് കാണാനുണ്ടാവും. അല്ലെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. അതായത് ഒരേ പോപ്പുലേഷനിൽ നിന്നും പല സാമ്പിളും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ ആ ഇൻഡിപെൻഡൻറ്റ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ നിന്ന് ഡിഫറെൻറ്റ് സാമ്പിൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ചില കേസിലേ വരുള്ളൂ. അപ്പോൾ ആ ഇതും എന്തുണ്ടാവും, ഈ ടെസ്റ്റ് ആ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്, ടെസ്റ്റ് ഓഫ് കൈ സ്ക്വയർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ്, അല്ലെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, പിയേഴ്സൺ തന്നെയാണ് ഇതും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിയേഴ്സൺസ് കൈ സ്ക്വയർ ഈസ് യൂസ്ഡ് ടു ആസ് ടു ടൈപ്പ് ഓഫ് കമ്പാരിസൺ. ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇത് കമ്പയർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പിയേഴ്സൻ്റെ കൈ സ്ക്വയർ ടെസ്റ്റ് മാക്സിമം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് പറഞ്ഞു എത്രത്തോളം നമ്മളെ പ്രെഡിക്ഷൻ ശരിയാവും എന്നുള്ളതാണ്. ഓക്കെ, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് പറഞ്ഞാൽ 100%, ആ ഒരു 99% നമ്മളെ പ്രഡിക്ഷൻ ഈക്വൽ ആവണ ആ ഫിറ്റ് ആവണതിനാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയാം. പിന്നെ അതിൽ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്, ഈ ആവർത്തനം തന്നെയാണ്. പിന്നെ കൈ സ്ക്വയർ ടെസ്റ്റിന് കൈ സ്ക്വയർ ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് വിച്ച് എക്സ്പ്ലെയിൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് ദ തിയററ്റിക്കൽ ഓർ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് അണ്ടർ സർട്ടൻ അസംഷൻസ്. അതായത് ഒരു ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, ഞാൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് വരാം. ഇങ്ങനെ ഒരു ഡാറ്റ തന്നിട്ടുണ്ടാവും. അതായത് ഇതിപ്പോൾ എങ്ങനെ മറ്റേ ട്യൂബർകുലോസിസിന്, അതായത് ഇമ്മ്യൂണൈസേഷൻ ട്യൂബർകുലോസിസിന് എഫക്റ്റീവ് ആണോ, നമ്മൾ ആ കുത്തിവെപ്പ് ഈ ക്ഷയരോഗത്തിന് കന്നുകാലികൾക്ക് കുത്തിവെക്കുന്നത്, ക്ഷയരോഗത്തിന് കുത്തിവെക്കുന്നത് എഫക്റ്റീവ് ആണോ അല്ലെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇന്നാക്യുലേറ്റ്, അതായത് കുത്തി വെച്ചിട്ടുള്ളത് ബാധിച്ചതും ബാധിക്കാത്തതും, അതേപോലെ മരുന്ന് കുത്തി വെക്കാത്തതിന് ആ ക്ഷയരോഗം ബാധിച്ചതും ബാധിക്കാത്തതും. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റനെ നമ്മൾ ആ റിലേഷൻ, ഓക്കെ, ആ റിലേഷൻ നോക്കണം. അപ്പോൾ ഈ ഒബ്സർവ്ഡ് ഡാറ്റ നമുക്ക് കിട്ടിയിട്ട്, നമ്മൾ നിരീക്ഷിച്ചിട്ട് കിട്ടിയതാണ് ഇത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഒബ്സർവ്ഡ് ഡാറ്റ, ഞാൻ പറയാം എങ്ങനെ ചെയ്യലെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ, വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യും, ഈ കണക്ക് തന്നെ നമ്മൾ ചെയ്യും. ആ ഒബ്സർവ്ഡ് ഡാറ്റ നമ്മൾ എഴുതും. ഓക്കെ, ഈ ഒബ്സർവ്ഡ് ഡാറ്റ എഴുതിയ ശേഷം
അതേപോലെ പിന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് ഡാറ്റ കാണും. ആ എക്സ്പെക്റ്റഡ് ഡാറ്റ കാണാനുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും. ആ എക്സ്പെക്റ്റഡ് ഡാറ്റ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ ഈ ഒബ്സർവ്ഡ് ഡാറ്റ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒബ്സർവ്ഡ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സ്പെക്റ്റഡ് ഡാറ്റ കാണും. അതിൽ നിന്ന് നമ്മൾ ആ ഇക്വേഷനിലേക്ക് ഇതില്ല കമ്പ്യൂട്ടർഡ് വാല്യൂയിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു, അപ്പോൾ ഈ ഫ്രീക്വൻസീസ് തിയറട്ടിക്കൽ അതെന്താണ് ഇത് വിച്ച് എക്സ്പ്ലെയിൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് അല്ലെങ്കിൽ ആ റിലേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത് നമ്മൾ ഈ chi² ടെസ്റ്റിലൂടെ കണ്ടെത്തുന്നത്. ഓക്കെ, ക്ലിയർ. പിന്നെ അതിൽ പറയുന്നത് എന്താ, കമ്പ്യൂട്ടൈസേഷൻ ഓഫ് chi² ടെസ്റ്റ്. ഈ ഒരു ഇക്വേഷൻ ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, chi² ടെസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. chi² ടെസ്റ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഒബ്സർവ്ഡ് O മൈനസ് E ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ E. ഓക്കെ, ഒബ്സർവ്ഡ് ഡാറ്റ മൈനസ് എക്സ്പെക്റ്റഡ് ഡാറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ E. അപ്പോൾ അതിൽ സ്റ്റെപ്പ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് കമ്പ്യൂട്ടേഷൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യും. ഓക്കെ, പ്രോബ്ലം വെച്ചിട്ട് ചെയ്യും. അതിൽ ആ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആദ്യം കാണണം. പിന്നെ നമ്മൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആദ്യം എഴുതിയെടുക്കും. പിന്നെ ആ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി വെച്ച് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണും. ആ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയിൽ നിന്ന് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കുറച്ച് കാണിക്കും. പിന്നെ ഇതിൻ്റെ O മൈനസ് ഇൻ്റെ സ്ക്വയർ കാണും. ആ സ്ക്വയർ കണ്ടിട്ട് ഈ എന്ന് പറഞ്ഞ ടേബിൾ തന്നെ ഉണ്ടാവും. ആ ടേബിളിൽ നിന്ന് ഡിവൈഡ് ചെയ്തു. അതൊക്കെ ഞാൻ പറയാം കേട്ടോ, ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ട് ടോട്ടൽ റിസൾട്ട് ഇട്ടിട്ട് നമ്മൾ കമ്പ്യൂട്ടഡ് വാല്യൂ കിട്ടും. ആ കമ്പ്യൂട്ടഡ് വാല്യൂയും ടേബിൾ വാല്യൂയും കൂടി പഴയ പോലെ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് എന്താണ് പ്രെഡിക്റ്റ് ചെയ്ത ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസിന് H0 അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ H0 റിജക്റ്റ് ചെയ്യും. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ H0 അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ റിസൾട്ട് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ chi². പിന്നെ ഇതിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഞാൻ പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് ഈ chi² നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടാബിൾ ഉണ്ടാവില്ലേ, ആ ടാബിളിൽ chi² നമ്മൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ ടി ടെസ്റ്റിനും എല്ലാത്തിനും അതിൻ്റേതായ ഒരു കോളം ഉണ്ടാവും. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാവും, ആ നമ്പറുകൾ തന്നിട്ടുള്ള. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടാബിൾ നിങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് ഇതിന് വേണം, എല്ലാ ക്വസ്റ്റ്യനിൽ തന്നെ തരും, മിക്കവാറും ക്വസ്റ്റ്യനിൽ തരാറുണ്ട്. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുക എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോളം -1 ഇൻറ്റു റോ -1 നമുക്ക് തരുന്ന ഡാറ്റയിൽ ക്വസ്റ്റ്യൻ തരുമ്പോൾ ആ ഡാറ്റ നമ്മൾ എഴുതിയെടുക്കും. ഓക്കെ, അത് ഇതേപോലെ ഈ രീതിയിൽ എഴുതിയെടുക്കും. അപ്പോൾ അതിൽ എത്ര കോളം ഉണ്ട്, നമുക്ക് തന്ന ഡാറ്റയിൽ എത്ര കോളം ഉണ്ട്, എത്ര റോ ഉണ്ട്. നമുക്ക് ഇവിടെ 2 കോളും 2 റോയും ആണ്. അപ്പോൾ ആ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യണം, ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ ഇങ്ങനെ കോളം എത്ര വെച്ചു, 2 കോളം, റോ എത്ര 2 അപ്പോൾ 2 - 1 1. പിന്നെ ഇവിടെ 2 റോ ആണ്, അപ്പോൾ 2 - 1 1. അപ്പോൾ 1 × 1 1. അപ്പോൾ ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം 1 കിട്ടി. ആ 1 നമ്മൾ ടേബിളിൽ നോക്കും. അപ്പോൾ എത്ര ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നോക്കും. അതായത് 5% ആണോ 1% ആണോ 5% ആണോ സിഗ്നിഫിക്കൻസ് ലെവൽ നോക്കും. പിന്നെ ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് നമ്മൾ ആ ടേബിളിൽ വാല്യൂ കണ്ടെത്തും. സാധാരണ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വാല്യൂ തരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട. പിന്നെ അതിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എന്താണോ നമ്മൾ നേരത്തെ ഇതുവരെ പറഞ്ഞത് ആ ലെവലിൽ തന്നെ നോക്കിയാൽ മതി. അതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് തന്നെ, എല്ലാം പറഞ്ഞ തന്നെ എഴുതിയാൽ മതി. പിന്നെ ആ ഡിസ്ട്രിബ്യൂഷൻ ഇത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, പിന്നെ മേടിക്കില്ല. അപ്പോൾ ആ ഏരിയ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് എങ്ങനെയാലും ആ ക്വസ്റ്റ്യനിൽ ആ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും തരും. ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ യൂസസും കാര്യങ്ങളൊക്കെ നമ്മളെ പ്രൊഡിക്ഷനും പർപ്പസും ഇങ്ങനെ ഹോമോജീനിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു, അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഞാൻ ആ ഡാറ്റ അതിൽ നോട്ടിൽ വിട്ടിട്ടുണ്ടാവും, ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. പിന്നെ അതിൽ ഇത് നെക്സ്റ്റ് വിട്ടത് കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. നമ്മൾ ആ ഈ ടേബിൾ എങ്ങനെയാണ് ചെയ്യലെന്നുള്ളത്, ഈ ടേബിൾ എങ്ങനെയാണ് ചെയ്യലെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ പറയണ്ടേ, ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയണ്ടേ. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ ഞാൻ പറഞ്ഞു റോ ടോട്ടൽ, അതായത് ഈ റോൻ്റെ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഹോൾ ടോട്ടലാണ്. നമ്മൾ ചെയ്ത് പഠിക്കും കേട്ടോ. ഓരോ എലമെൻറ്റും അത് വെച്ചിട്ടാണ് ആ ഓരോ സ്ഥാനത്ത്, ഈ സ്ഥാനത്തുള്ള എക്സ്പെക്റ്റഡും ഈ സ്ഥാനത്തുള്ള എക്സ്പെക്റ്റഡും ഈ സ്ഥാനത്തുള്ള എക്സ്പെക്റ്റഡ് ഈ സ്ഥാനത്തുള്ള ആ 4 സ്ഥാനത്തുള്ള എക്സ്പെക്റ്റഡ് നമ്മൾ ഇങ്ങനെയാണ് കാണുക. ഏതാണോ ആ ഏരിയ, ഏതാണോ വാല്യൂ എടുത്തു അതിൻ്റെ നേരെയുള്ള
റോ ടോട്ടൽ അതിൻ്റെ നേരെയുള്ള കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഹോൾ ടോട്ടൽ അങ്ങനെ എടുത്തിട്ടാണ് നമ്മളത് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് അപ്പോൾ ഇത് കിട്ടുക. ഓക്കെ, ഹോൾ ടോട്ടലാണിത്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി വെച്ചു അത് കിട്ടും. പിന്നെ ഇവിടെ ചെയ്യാനുള്ളത് ഇവിടെ ഓരോ ഇത് പറഞ്ഞിട്ടുണ്ട്. chi² ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഇവിടെ അങ്ങനെ വലിയ നിങ്ങൾ ക്വസ്റ്റ്യനെ നിങ്ങളെ ബാധിക്കണമല്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് കൺസിഡർ ചെയ്താൽ മതി. ജസ്റ്റ് 3 ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമുക്ക് സാധാരണ ഈ ക്വസ്റ്റ്യനിൽ chi² ടെസ്റ്റിൽ 3 ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമുക്ക് തരാറ്. ഒന്ന് ഞാൻ പറഞ്ഞു chi² ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, അതായത് സാധാരണ തരുന്നത്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞാൽ യൂസിങ് chi² വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡീവിയേഷൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ. വി ആർ നോട്ട് കൺസേൺഡ് ദ പാരാമീറ്റർ ബട്ട് കൺസേൺഡ് വിത്ത് ദ ഫോംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ദ ടെസ്റ്റ് പ്രോപ്പർലി നോൺ ആസ് ദ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. സാധാരണ നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് നോർമൽ കേസ് അതാണ്. അതായത് എത്രത്തോളം ആ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ എത്രത്തോളം റിലേഷനാണ്, നമ്മളെ റിസൾട്ട് എത്രത്തോളം എന്താണ് ശരിയാണ്, റിസൾട്ട് എത്രത്തോളം ഫിറ്റാണ്, എത്രത്തോളം നമ്മുടെ അക്യുറേറ്റ് ആണ് എന്ന് നോക്കുന്നതാണ് ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് പറയുന്നത്. ഓക്കെ, അതേപോലെ പിന്നെ പറയുന്നത് ആസ് എ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് പ്രത്യേകിച്ച് ഒരു റിലേഷനും ഡിപ്പെൻഡൻസി ഇല്ലാതെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ നമ്മൾ എങ്ങനെയാണ് കാണലെന്ന്. അതൊന്നും ഇക്വേഷനെ ബാധിക്കില്ല കേട്ടോ. ഇക്വേഷനെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അത് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഇത്ര ഉദ്ദേശിക്കണുള്ളൂ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഡാറ്റയിലൊക്കെ നമുക്ക് എന്താ നോക്കിയാൽ മതി, ടെസ്റ്റ് ഏതാണോ നോക്കിയാൽ മതി. എപ്പോഴും എന്ത് ചെയ്യും, chi² ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇക്വേഷന്, ഇത് തന്നെയാണ് നോർമൽ ജനറൽ ഇക്വേഷൻ. ഒരൊറ്റ കേസിൽ ഒരു കേസും കൂടി ഇതിൽ പറയുന്നുണ്ട്. ആ ഒരു കേസിൽ മാത്രമേ ഡിഫറെൻറ്റ് ഇക്വേഷൻ വരുള്ളൂ. അല്ലാത്ത പക്ഷം ഓൾവേസ് chi² ടെസ്റ്റ് പറഞ്ഞാൽ ഈ ഇക്വേഷൻ തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 ഡാറ്റ ഒരേ പോപ്പുലേഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ പറഞ്ഞത് chi² ടെസ്റ്റ് ഓഫ് ഹോമോജീനിറ്റി. ഹോമോജീനിറ്റി പറഞ്ഞാൽ നമുക്ക് എടുക്കുന്ന ടെസ്റ്റ് എന്തായിരിക്കാം, ചിലപ്പം സെയിം പോപ്പുലേഷനിൽ നിന്ന് എടുത്ത ഡിഫറെൻറ്റ് സാമ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ നിന്ന് എടുത്ത ഡിഫറെൻറ്റ് സാമ്പിൾ ആയിരിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു മൊത്തം പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ, ഒരു ഇന്ന സ്പെസിഫൈഡ് ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനാണ് സാമ്പിൾ എന്ന് പറയാം. അപ്പോൾ ആ ഒരു സാമ്പിൾ ചിലപ്പം നമ്മൾ എടുക്കാൻ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന രണ്ടും എന്ത് ചെയ്യാം, ഒരേ പോപ്പുലേഷനത്തെ ഡിഫറെൻറ്റ് സാമ്പിൾ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ നിന്ന് എടുത്ത ഡിഫറെൻറ്റ് സാമ്പിൾ വെച്ചിട്ടായിരിക്കണം സ്റ്റഡി ഉണ്ടാവുക. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഡാറ്റ തരുന്ന രീതിയാണ് അവിടെ ആ 3 പറഞ്ഞത്. അത്രയേ ഉള്ളൂ കേട്ടോ, വേറൊന്നും നോക്കാനില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന രീതി, പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു സാധാരണ കേസിൽ ഈ ഒരു ഇക്വേഷനിലാണ് ചെയ്യാന്ന് പറഞ്ഞു. ഈ ഒരു ഇക്വേഷനിലാണ് chi² ഇസ് ഈക്വൽ ടു സിഗ്മ O മൈനസ് ഇ എന്ന് പറഞ്ഞ ഇക്വേഷനിലാണ് സാധാരണ കേസിൽ നമ്മൾ ചെയ്യാറില്ല. O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ എന്ന് പറഞ്ഞാൽ ഇതാണ് നോർമൽ ഇക്വേഷൻ. ആ പറഞ്ഞാൽ നോർമൽ ഇക്വേഷൻ. ഇനി ഒരു കേസിൽ ചിലപ്പം നമുക്ക് ഡാറ്റ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ chi² ടെസ്റ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ വാരിയൻസ്, അതായത് SD² ആണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇല്ലുസ്ട്രേഷൻ 6 നമുക്ക് ആ ഡാറ്റ മറ്റേത് പറഞ്ഞു ഒരു ഓർഡർ, അതായത് ഒരു ഒരു എഫക്ഷൻ, ഒരു റിലേഷൻ തന്നിട്ടുണ്ടാവും. ഇതിനെ മറ്റൊന്ന് റിലേറ്റഡ് ആയിട്ട് എന്നുള്ള 2 ഡാറ്റ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അങ്ങനെ ഒരു റിലേഷൻ ഒരു ടേബിൾ ഫിഗറിലായിരിക്കും നമുക്ക് തന്നത്. അതല്ലാതെ നേരെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടോ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് എക്സെപ്റ്റ് കേസുകളാണ് കേട്ടോ. chi² ടെസ്റ്റ് എക്സെപ്റ്റ് കേസാണ്. ഇങ്ങനെ അഥവാ തന്നിട്ട് chi² ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ തന്നിട്ട് സാധാരണ നമ്മൾ ടി ടെസ്റ്റ് എഫ് ടെസ്റ്റ് ആണ് ചെയ്യാറ്. അതല്ലാതെ chi² ടെസ്റ്റിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്ന ശേഷം, ഓക്കെ, വെയിറ്റ് ഡാറ്റ 10 സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് ഡാറ്റയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അങ്ങനെ അത് തന്ന ശേഷം നമ്മളോട് പറയാണ് chi² ഇത്രയാണ്. അതേപോലെ 9% ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം 9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് തന്നിട്ടുണ്ട്. chi² വാല്യൂ, അതായത് ടേബിൾ വാല്യൂ, chi² ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വാല്യൂ 16.9 ആണ് തന്നത്. അതേപോലെ ഇവിടെ സാമ്പിൾ ഓഫ് n 10 സ്റ്റുഡൻസിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എന്താണ് പറഞ്ഞിട്ടുണ്ട്, ഡ്രോൺ ഈക്വൽ ഓഫ് 20 സ്ക്വയർ 20, അതായത് വാരിയൻസ് സ്ക്വയർ ആണ് അവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആണ് ഡാറ്റ തന്നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് ആണ് തന്നത്. ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ നമ്മൾ ആ എക്സ് ആക്കി എടുക്കും. എക്സിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ എക്സ് മൈനസ് എക്സ് ബാർ, ആദ്യം എക്സ് ബാർ കാണാം. എക്സ് ബാർ കാണാൻ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എത്രയാണോ n പറഞ്ഞിട്ടുള്ള ആ n. അപ്പോൾ എക്സ് ബാർ കിട്ടും. ആ എക്സ് ബാർ ഈ എക്സ് എന്ന് കുറച്ചാൽ
എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ ഒരു ഫോം കിട്ടും. ഓക്കെ, ആ ഡി എന്ന് ഉദ്ദേശിക്കുന്ന ഇത് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് കിട്ടും. ഈ ഡാറ്റയിൽ നിന്ന് സ്ക്വയർ എക്സ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ കിട്ടും. ആ ഒരു ഇതിനെ സ്ക്വയർ ചെയ്യുക, അപ്പോൾ ഈ ടേബിൾ കിട്ടും. ആ സ്ക്വയർ അതിൻ്റെ ടോട്ടൽ ചെയ്താൽ ഈ മുകളിലത്തെ നോമിനേറ്റർ കിട്ടും. ഡിനോമിനേറ്റർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 20 സ്ക്വയർ ആണ്, അപ്പോൾ നേരിട്ട് 20 കൊടുത്താൽ മതി. ആ ഒരു എക്സെപ്റ്റ് കേസ് മാത്രമേ ഇതിൽ വരുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പഴയ ഇക്വേഷൻ വെച്ചിട്ട് ആ 20 കൊടുത്തിട്ട് ആ ഡാറ്റ മൊത്തം കമ്പ്യൂട്ടർ വാല്യൂ ആണ്. ഓക്കെ, അല്ലാത്ത കേസിലെല്ലാം എന്താണ് കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഒ മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. ഓക്കെ, ഇതിൻ്റെ ഇത് എങ്ങനെ ചെയ്യലെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ചെയ്യും. ക്ലിയർ? ഇതാണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ ഫസ്റ്റ് വരുന്നതാണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. നമുക്ക് ഡാറ്റ റിലേഷൻ എന്നുള്ള ഒരു ഡാറ്റ തന്നിക്കണമെന്നുണ്ടെങ്കിലും അതേപോലെ ഇന്ന ഒരു സ്പെസിഫൈഡ് പാരാമീറ്റർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൈ സ്ക്വയർ ടെസ്റ്റ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്നതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ. ആ ടെസ്റ്റിൽ ഫസ്റ്റ് വരുന്നതാണ്. അതിൽ ടെസ്റ്റിൽ പല ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റിൽ ഫസ്റ്റ് വരുന്നതാണ് കൈ സ്ക്വയർ ടെസ്റ്റ്. ഓക്കെ, ആ കൈ സ്ക്വയർ ടെസ്റ്റിലാണ് പറഞ്ഞത് നമ്മൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ആ ഡിഫറൻസ് കണ്ടിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ കേസുകളാണ് പറഞ്ഞത്. നമ്മൾ വരുന്ന ക്ലാസ്സിൽ അത് എന്ത് ചെയ്യും, ആ വീഡിയോ ചെയ്യും. ഓക്കെ.